വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിനെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി അല്ലിയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് സുർക്ക ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂണോളം സുർക്ക ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് നേരം വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കണം. അധികം ചേർക്കണ്ട, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത്തിരി അധികം ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് തിരുമ്പി പിടിക്കും. ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മാങ്ങ അരിഞ്ഞത് ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ്. 10 മിനിറ്റിന് ശേഷം മാങ്ങ ചേർക്കാം. സ്റ്റവ് കത്തിക്കാം. ഇതിലേക്ക് ഒരു 3/4 മുറി നാളികേരത്തിൻ്റെ പാല് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അഞ്ചെട്ട് ചുവന്നുള്ളി അരിഞ്ഞാണ്, വേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഈ മാങ്ങാക്കറിയിലേക്ക് ഒഴിക്കാം. തിളയ്ക്കാറായിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം കണ്ട ഈ പരുവത്തിൽ മാങ്ങയൊക്കെ നന്നായി വെന്തുടയണം. ഉടയണ്ട, ഒന്ന് വേവണം. അതിന് ശേഷം നമ്മൾ ഉള്ളി മൂപ്പിച്ചത് ഇതിലേക്ക് ഇടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്കമാലി മാങ്ങാക്കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.